വ്യാഴാഴ്ചകളുടെ പരിപാടിക്ക് വേണ്ടിയിട്ട് ഇന്നലെ കുക്കിങ്ങൊന്നുമില്ല കേട്ടോ. പൊറോട്ട വാങ്ങിയിട്ടുണ്ട്. പൊറോട്ടൻ്റെ ഒപ്പം ഇത് മാത്രം. എന്താ മുട്ടക്കറി. സഞ്ജയേട്ടൻ മുട്ടക്കറി വെക്കാനുള്ള എല്ലാ തന്ത്രപ്പാടിലാണ്. ഇല്ലേ എന്നിട്ട് അതിൽ മുട്ടയിടേ നിങ്ങൾ? ഞാൻ വിചാരിച്ചു സെപ്പറേറ്റ്. ഞാൻ സബോളൊക്കെ അരിയാന്ന് പറഞ്ഞിരിക്കുകയാണ്. ഇതില് മുട്ടയിടാനാണോ? ഓഹോ, ഇതില് മുട്ടയിടാനാണ് കേട്ടോ. ഞാൻ വിചാരിച്ചു ഇവര് സഞ്ജയേട്ടൻ്റെ നല്ല സ്വാദിഷ്ടമായ കറി കൂട്ടിയിട്ട് ഇന്ന് പൊറോട്ട എന്നാന്ന് വിചാരിച്ചു. ഏതാണ് നോട്ടെ മണം? അത് പെരുംജീരകം. വിജയണ്ണ ഇപ്പൊ പല്ല് കഴിക്കണുള്ളൂ. ഇപ്പൊ എണീച്ചുള്ളൂ, നേരം വിളിച്ചുള്ളൂ. ഞായറാഴ്ചത്തെ പരിപാടിക്ക് എല്ലാവർക്കും വ്യാഴാഴ്ചത്തെ പരിപാടിക്ക് എല്ലാവർക്കും സ്വാഗതം. ഇത്ര പെട്ടെന്ന് ഞായറാഴ്ച ഞങ്ങളുടെ ഈ ഷോട്ട് ഞങ്ങളുടെ ഫേവറേറ്റ് ഷോട്ടാണ്. അതുകൊണ്ടാണ്. അതെ, സഞ്ജയേട്ടൻ്റെ പാത്രങ്ങളാണ് കേട്ടോ അതൊക്കെ. ഞങ്ങൾ എങ്ങനത്തെ പാത്രത്തിലാണ് സാധനങ്ങൾ ഇടുന്നതെന്ന് നിങ്ങൾക്കൊക്കെ അറിയണ്ടേ? അതിന് വേണ്ടിയിട്ട് കാണിച്ചു തന്നെന്ന് മാത്രമേ. കടലൊക്കെ എനിക്ക് പറഞ്ഞ പ്രത്യേകിച്ച് പാത്രങ്ങളൊന്നുമില്ല. എടുക്കണ്ട വെറൈറ്റി പാത്രങ്ങൾ പെണ്ണുങ്ങളുടെ അടുത്തുണ്ടാവും ഇങ്ങനത്തെ പാത്രങ്ങൾ. ആള് എന്ത് കണ്ടാലും അങ്ങോട്ട് വാങ്ങി വയ്ക്കും. ഓ അതെ, ഞങ്ങളെ ഫ്രിഡ്ജ് ടൂർ കണ്ട. ഇതാണ് ഫ്രിഡ്ജ്. അയ്യോ, ഇതിലെന്തൊക്കെയാണ്? തെറ്റിദ്ധരിക്കരുത്. ഇതൊക്കെ കണ്ടിട്ട് തെറ്റിദ്ധരിക്കരുത് എന്ന്. സൗദി അറേബ്യയാണ്, ഒന്നും കിട്ടൂല. അല്ല, ഇതാണ് മുട്ട. ഇത് എത്ര കുറേ ഉണ്ട് ഇവിടെ. കച്ചവടം നടക്കുന്നുണ്ട്. എല്ലാവരും സെപ്പറേറ്റ് കുക്ക് ചെയ്യുന്നതുകൊണ്ട് എല്ലാവർക്കും ഓരോ മുട്ടൻ്റെ ട്രേ ഉണ്ട് കേട്ടോ. നമ്മളൊക്കെ എങ്ങനെയാണ് മുട്ട വാങ്ങുക? നാട്ടിലൊക്കെ ലൂസായി കിട്ടും, ഇവിടെ അങ്ങനെ കിട്ടൂല. അടിമില്ലിൻ്റെ ആയിരുന്നു എടുക്കണ. അതേതാണ് ഈ പച്ചയാ? ഈ ലീഗിൻ്റെ ട്രേ ആണ് അടിമില്ലിൻ്റെ. ആളില്ലെങ്കിലും ആളുടെ സാന്നിധ്യം അറിയിക്കാൻ വേണ്ടി 2 എടുത്തിട്ടുണ്ട്. അതെ, കഴിഞ്ഞ വ്ളോഗിൽ തുണിയില്ലാണ്ട് നടന്ന ആളുണ്ടല്ലോ, ആളിന്ന് ഇവിടെ ഇല്ല. അപ്പോൾ ആളുടെ സാന്നിധ്യം അറിയിക്കാൻ വേണ്ടി ആ പച്ച ട്രേയിൽ നിന്ന് 2 മുട്ട എടുത്തിട്ടുണ്ട്. ആളുടെ ആണ് മുട്ട. എവിടെ? അയ്യോ, അതെൻ്റെ ആണല്ലോ. ഇങ്ങോട്ട് വാ മുട്ട. അപ്പോൾ നമ്മളെങ്ങനെയാണ് കറി ഉണ്ടാക്കുന്നത്? മുട്ട പൊരിച്ചിട്ട് ഉണ്ടാക്കാൻ വേണ്ടി 8 മുട്ട എടുത്തിട്ടുണ്ട് കേട്ടോ. 8 മുട്ടയും പിന്നെ ബാക്കിയുള്ള പരിപാടിക്ക് ഇറക്കാൻ പോവാണ്. മുട്ട പൊരിക്കാൻ പറയട്ടെ. ചൂടായോ? ഇല്ലെങ്കിൽ പ്രൊഫഷണൽ അല്ല പറയും. അയ്യോ, മുട്ടയുടെ സൈഡ് വന്നു. ആകെ ഒരു ദിവസം ലീവ് കിട്ടുന്നു. അതെ, അന്ന് ഫുള്ള് കുക്ക് ചെയ്യും. അയ്യോ, നല്ല കണ്ട പൊന്തി വന്ന്. മറ്റടി അടിക്ക്, ചൈനീസ് അടി. പിന്നെ അല്ല, പോരാ പിന്നുണ്ടല്ലോ, വെളിച്ചെണ്ണ ഒഴിച്ച് ഓംലേറ്റ് ഉണ്ടാക്കുമ്പോഴാണ് അതിന്റെ രുചി കിട്ടുക കേട്ടോ. വെളിച്ചെണ്ണ ഒഴിച്ച ഒരു അപാര ടേസ്റ്റാണ് അല്ലേ ചേട്ടാ? ഇവിടെ വെളിച്ചെണ്ണ കിട്ടത്തില്ലല്ലോ. പിന്നെ എന്താണ് നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന വെളിച്ചെണ്ണയൊക്കെ എന്ത് വെളിച്ചെണ്ണയാണ്? ആള് ഇടുന്നതിനൊക്കെ ഓരോ നേക്കുണ്ട് കേട്ടോ. ഇതാണ്ട, ആദ്യം മുളക് ഇടും. നമ്മളൊക്കെ അങ്ങോട്ട് ഒറ്റയടിക്ക് ഇടും കേട്ടോ. ആളത് മുളക് ഇടും, സവാള ഇട്ട് അത് കുറച്ചിങ്ങോട്ട് വയന്ന് വന്നതിന് ശേഷം കണ്ട. ഇതാണ് ആളുടെ കറിക്കൊരു പ്രത്യേക ടേസ്റ്റ്. സഞ്ജയേട്ടൻ്റെ പുതിയ ഐഡിയ വന്നിട്ടുണ്ട് കേട്ടോ. സഞ്ജയേട്ടൻ്റെ ഐഡിയ മുട്ട കുക്കറിലിട്ട് പുഴുങ്ങിയാലോ എന്ന്. നമുക്ക് നോക്കാം. വേടിക്കും അറിയില്ല, നമ്മളാദ്യമായിട്ടാണ് ചെയ്യുന്നത്. കുക്കറിൽ മുട്ട ഇടാൻ പോവാം. ഉപ്പിടണ്ടേ? 2 കൂടി ഇടണ? മൂലക്കുരു വരും. ഇതോ വന്ന് ആരാണ് അഴീക്കലിന്റെ വെള്ളം കളിയോ?
അരീക്കലെ ബോട്ട് മുതലാളി, വള്ളംകളി ജേതാവ്. ഇതാണ് നമ്മളെ വള്ളംകളി ജേതാവ്. വ്യാഴാഴ്ചകളിൽ മാത്രം കണ്ടുവരുന്ന ഒരു പ്രത്യേക തരം വള്ളംകളി ജേതാവ്. അതൊക്കെ നാണം, അതൊക്കെ നാണം. അങ്ങനെ പഠിക്കുന്ന തോന്നുന്നു കേട്ടാ. കാത്തു നിൽക്കാൻ കുറെ അടിച്ചടിച്ചടിച്ച് അതാണ്. മുട്ട പൊട്ടിയോന്നറിയാമോ? ബാക്കി തുറന്നു നോക്കാം, എന്തായി നോക്കട്ടോ. വെള്ളത്തിൽ വെക്കും, വെള്ളത്തിൽ വെച്ചാൽ പെട്ടെന്ന് പോവും. വെള്ളം ഒഴിക്കും, ഞാൻ എന്നാ പറഞ്ഞല്ലോ. നോക്കട്ടെ നോക്കട്ടെ, എന്താ സെറ്റാണ്? ആ പൊട്ടിയിട്ടില്ലല്ലോ. ആ പൊട്ടിയുണ്ട്. ഉണ്ട്. അഖിലേട്ടന് പണി കൊടുക്കി. എന്തേലൊക്കെ ഒരു പണി എടുക്കട്ടെ. മുട്ട പൊരിക്കാൻ പറഞ്ഞപ്പോ ഓടുന്ന കണ്ടോ, ഓടാൻ പോവാ. പണിയെടുക്കാൻ വയ്യാതെ. എന്ത് സൂപ്പറായിട്ടാ കിട്ടുന്നത്, മനസ്സിലായില്ലേ? അടിപൊളിയായി കിട്ടൂല, സെറ്റ്. അടുത്ത പ്രാവശ്യം അപ്പൊ ഇങ്ങനെ മുട്ട പൊരിച്ചാൽ മതി കേട്ടോ. വിസിലടിക്കും, ഒരു വിസിലടിക്കും, ഒരു പ്രശ്നമില്ലാണ്ട് കിട്ടിയില്ലേ. എന്തുപ്പാ സഞ്ജേട്ടാ? കല്ലുപ്പോ? ഇങ്ങനെയോ? അതെ, ഭയങ്കര കോസ്റ്റ്ലി ആയിട്ടുള്ള മാത്രമേ ഇങ്ങനെ യൂസ് ചെയ്യുള്ളൂ. അതെ, കൊറേ കൂട്ടായ്പ ന്യായങ്ങളും പറയും. വിജയണം കാണണ്ട, ഒളിപ്പിച്ചേ. ഉപ്പില്ല നോട്ടെ. ഉപ്പില്ല, ഉപ്പിടി. ഓ കറക്റ്റ്, ഇതാളുടെ സ്റ്റൈലാണ് കേട്ടോ എല്ലാത്തിലും. പിന്നെ ഞാൻ എൻ്റെ പൊറോട്ട ചൂടാക്കാം കേട്ടോ, കഴിക്കാൻ വിശന്നിട്ട് വയ്യ, കുടല് കഴിഞ്ഞു. ഇപ്പം തന്നെ 7-8 മണിയായി. എൻ്റെ ചോറ് തിന്നാൻ പോകട്ടോ. അല്ല ചോറല്ല, പൊറോട്ട. നോക്കട്ടെ. ഭാവിയുണ്ട്. അടിപൊളി ടേസ്റ്റ്, ഒരു രക്ഷയില്ല. ഇപ്പം സൂചിപ്പിച്ചില്ലെങ്കിൽ അടുത്ത പ്രാവശ്യം അവിടെ ഉണ്ടാക്കൂല. അപ്പം ഞാൻ എന്തായാലും ഫുഡ് കഴിക്കട്ടെ. അപ്പോൾ നമുക്ക് വേറൊരു വീഡിയോയിൽ വേറൊരു സമയം കാണാം. ബൈ.